ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ തോമസ് കോശി അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു. എനിക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശബ്ദമായി, ദൈവത്തിൻ്റെ ദൂതായി അറിയിച്ച അനുഗ്രഹീതരായ അഭിഷിക്തന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതനും ഈ കോൺഫറൻസിൻ്റെ കൺവീനറുമായ പാസ്റ്റർ ജെയിംസ് ജോർജിനായിട്ട് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. കേരളത്തിൽ തന്നോടൊരുമിച്ച് അനേക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനിടയായ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോടൊപ്പം കോൺഫറൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന
എല്ലാ ടീം അംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നല്ല നിലയിൽ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് ഇതിനെ ഏറ്റവും ആത്മീയ അന്തരീക്ഷമുള്ളതാക്കി തീർത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രാർത്ഥനയിൽ പോരാടിയ ദൈവമക്കൾക്കും പ്രത്യേകം വന്ദനം. ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരുമായ നമ്മുടെ നേതൃനിരയിൽ അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെയും കൗൺസിൽ അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും ഇക്കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാനുള്ള വിവേകവും ആത്മനിറവും നൽകി കാക്കുകയും ചെയ്യുമാറാകട്ടെ. വിശേഷാൽ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബേബി വർഗീസും നമ്മുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ വത്സൻ എബ്രഹാമും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു ശമേൽ ചായൻ, ജോർജ് ബച്ചായൻ, ഇങ്ങനെ സീനിയർ പാസ്റ്റേഴ്സ്, കൂട്ടുവേലക്കാർ, സഹോദരി സഹോദരന്മാർ, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് രാത്രിയിലെ ദൂതിനു വേണ്ടി നമുക്ക് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഏറ്റവും അനുഗ്രഹീതമായ ഈ രാത്രിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, എത്ര മനോഹരമായൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. ഈ മീറ്റിംഗ് തുടങ്ങി 1-ാമത്തെ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സ്പർശിച്ചുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായി അവിടുത്തെ ജനത്തെ കേൾപ്പിച്ചതിനാൽ, വചനത്തിലൂടെ അങ്ങ് ജനത്തെ സ്പർശിച്ചതിനാൽ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, വീണ്ടും ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക എന്നത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അത് തികച്ചും സൗജന്യമായ കാര്യമാണ്. അത് വിശ്വാസത്താൽ ലഭിക്കുന്നതാണ്. അതിനകത്ത് മനുഷ്യന്റെ പ്രയത്നം വളരെ ചെറുതാണ്, ഒന്നും തന്നെ ഇല്ല. ഒരു ഭക്ഷണം വിളമ്പി വെച്ചാൽ എടുത്തു കഴിക്കുക എന്ന ഉത്തരവാദിത്വം പോലെ യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മാനവ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷ വിശ്വസിച്ച് ഏറ്റെടുക്കുക മാത്രമേ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമായിട്ടുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട, നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കണം. അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 2:14 ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്നാണ്.
ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. പ്രവർത്തിയാൽ അല്ല രക്ഷ, പ്രവർത്തിക്കുന്നവന് രക്ഷ കൊടുക്കത്തില്ല. ആരെങ്കിലും പ്രവർത്തിയാൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് അബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ജഡവും പ്രശംസിക്കാൻ കാരണം വരരുത്. ആരെങ്കിലും പ്രശംസിക്കുന്നുവെങ്കിൽ ക്രൂശിൽ മാത്രം പ്രശംസിക്കണം എന്നുള്ളതിനാൽ രക്ഷ കേവലം വിശ്വാസത്താൽ എന്ന് പല പ്രാവശ്യം പല ലേഖനത്തിലൂടെ ശക്തമായി സംസാരിച്ച പൗലോസ് എന്താണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. അത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനത്തിൽ 1, 2, 3, 4 അധ്യായങ്ങളിൽ നീതീകരണം എന്ന വിഷയം ശക്തമായി അവതരിപ്പിച്ച പൗലോസ് വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം, അതിന് പ്രവൃത്തികൾ കാരണമല്ല എന്ന് സ്ഥാപിച്ച പൗലോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാള് വരുത് എന്ന് പറഞ്ഞുകൊണ്ട് 6, 7, 8 അധ്യായങ്ങളിൽ ഒരു ജയജീവിതത്തെക്കുറിച്ച്, ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ശക്തമായി പ്രബോധിപ്പിക്കുന്നു. കർമ്മമാർഗത്തിൽ വിശ്വസിച്ചിരുന്ന, നേർച്ച കാഴ്ചകളിലും നോയമ്പുകളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് വിശ്വാസമാർഗം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒട്ടും ചെറുതല്ല, അത് വളരെ വലുത് തന്നെയാണ്. അങ്ങനെയുള്ള ആ കഠിന ശ്രമത്തിനിടയിൽ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതി, പിന്നീട് ഒന്നും ചെയ്യണ്ട എന്നൊരു ചിന്ത സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ കയറിപ്പറ്റി. അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. വളരെ ചിലവ് കുറഞ്ഞ ഒരു ജീവിതം നയിച്ചാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. വളരെ ഉത്തരവാദിത്വമുള്ള, ഭയത്തോടും വിറയലോടും കൂടെയുള്ള, ശ്രദ്ധയോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തമായി ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോൺഫറൻസിൽ ഉടനീളം. ഇത് നമ്മുടെ ചിന്തയെ മാറ്റണം, ഇത് നമ്മുടെ ഭാഷയെ മാറ്റണം, ഇത് നമ്മുടെ ഇടപാടുകളെ സ്വാധീനിക്കണം, ഇത് നമ്മുടെ ജീവിതത്തെ ഉടനീളം മാറ്റിമറിക്കണം. കൂടി വരുമ്പോൾ ഭക്തി പോലെ കൈകൊട്ടുകയും ആമേൻ പറയുകയും
ചെയ്യുന്നത് കൊണ്ട് ഒരു ഭക്തനാണെന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്താം. എന്നാൽ ദൈവത്തെ നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല. തുടർന്നുള്ള ഓരോ നിമിഷത്തിലും, ഓരോ ദിവസവുമുള്ള ഓരോ ചലനത്തിലും ഞാനൊരു വ്യത്യസ്തനാണ്, ഞാൻ കാഹളധ്വനിക്കുമ്പോൾ എടുക്കപ്പെടേണ്ടവനാണ്, കർത്താവ് എന്നെ കാണുന്നുണ്ട്, ഞാനൊരു വിശുദ്ധനാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കുവാൻ ഈ പ്രബോധനങ്ങൾ ഇടയാക്കുമോ? എന്തിനാണ് ദൂതുകൾ കേൾക്കുന്നത്? പുതിയ കുറച്ച് പോയിന്റുകൾ കുറിച്ചെടുക്കുവാനാണോ? എന്തിനാണ് സന്ദേശങ്ങൾ കേൾക്കുന്നത്? ആരാണ് ഇക്കൂട്ടത്തിൽ നല്ല പ്രസംഗികർ എന്ന് തിരിച്ചറിയുവാനാണോ? എന്തിനാണ് സന്ദേശങ്ങൾ കേൾക്കുന്നത്? കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറയാനാണോ? യാക്കോബ് അപ്പോസ്തലൻ കഠിനമായ ഭാഷയിൽ ശാസിക്കുന്നു, നിങ്ങൾ വചനം കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പോകുന്നത് പോലെ ഇരിക്കും. ഈ വചന കേൾവി നമ്മെ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തുകയാണ്. കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നത് കൊണ്ട് അയാളുടെ ഷേപ്പിൽ ഒരു മാറ്റം വരില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു മിററിന്റെ മുമ്പിൽ ഒരാൾ നിന്നാൽ അയാളുടെ തലമുടി ഇല്ലാത്തത് ഉണ്ടായി വരികയോ ഉള്ളത് ഭംഗിയാകുകയോ ചെയ്യത്തില്ല. ഷർട്ടിനോ പാന്റിനോ എന്തെങ്കിലും കളർ മാറ്റം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വരികയില്ല. അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ കുറയുകയോ കൂടുകയോ ഇല്ല. പ്രത്യുത എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നിങ്ങളോട് പറയും. എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്രമപ്പെടാനുണ്ടെങ്കിൽ അത് നല്ല കൃത്യമായി ഈ കണ്ണാടി നമ്മെ ചൂണ്ടിക്കാണിക്കും. ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ പറ്റിയ സാധനം മാറ്റുകയോ ആ സ്ഥാനം തെറ്റിയ സ്ഥാനത്താക്കുകയോ വിട്ടുപോയത് പൂരിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് കാണാൻ പറ്റില്ല. ഈ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നാം മറ്റു വർത്തമാനങ്ങളിലേക്ക് തിരിയും, നാം പഴയ പൊളിറ്റിക്സിലേക്ക് തിരിയും, നാം പഴയ ബിസിനസ്സുകളിലേക്ക് തിരിയും, പഴയ ഡയലോഗുകൾ വീണ്ടും ആവർത്തിക്കും. ഇവിടെ വെച്ച് ഇടിനാദം പോലെ മുഴങ്ങിയ ദൂതുകൾ, സിംഹഗർജനം പോലെ കേട്ട പ്രവാചക ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാൻ വേണ്ടി ദൈവം ഓർപ്പിച്ചതാണെങ്കിൽ അത് ഈ ഹോള വിട്ടു പുറത്തു പോകുന്നതിന് മുൻപ് അത് മാറ്റുവാൻ തീരുമാനിച്ചാൽ ഇവിടെ വെച്ച് തന്നെ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും വെളിപ്പെട്ടു വരും, നിശ്ചയം. വളരെ കൂടുതൽ മെസ്സേജ് കേട്ടാൽ, വളരെ നല്ല സന്ദേശങ്ങൾ കേട്ടാൽ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക് ആളുകൾ വരേണ്ടതല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് ഈശോ മിശിഹാ പറഞ്ഞതിനാൽ വചനം കേൾവി ശുദ്ധീകരണം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സംശയം, കൂടുതൽ വചനം കേട്ടവർ കൂടുതൽ ശുദ്ധിയുള്ളവരാകേണ്ടതല്ലേ? പക്ഷെ അങ്ങനെയാണോ കാണുന്നത്? ആർക്കും ആരോടും കുറ്റം പറയണ്ട. അങ്ങനെയാണോ കാണുന്നത്? കൂടുതൽ വചനം കേട്ടവർ കൂടുതൽ സൗമ്യതയുള്ളവരായി തീർന്നിട്ടുണ്ടോ? കൂടുതൽ വചനം കേട്ടവർ കൂടുതൽ ക്ഷമയുള്ളവരായി കാണുന്നുണ്ടോ? കൂടുതൽ വചനം കേട്ടവർ
ഇല്ല എങ്കിൽ യാക്കോബ് പറയുന്നു, നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. മറ്റുള്ളവരെ ചതിക്കുന്നത് പാപമാണ്. പക്ഷെ തന്നെത്താൻ ചതിക്കുന്നത് അതൊരു ചതി തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും നല്ല വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരത്രേ നമ്മൾ. ഇന്ന് കേട്ട മെസ്സേജ് നിങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 കോപ്പി വീതം അടിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കണം ആളുകൾക്ക്. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടാ ബുദ്ധിമുട്ട്? പലരും റെക്കോർഡ് ചെയ്ത് കാണും. എന്തൊരു ആലോചനകളാ ഇവിടെ മുഴങ്ങിയത്. അത് കോപ്പി ചെയ്തിട്ട് ഒരു വീടിന് ഒരു കോപ്പി വെച്ച് കൊടുക്കണം. എല്ലാരും ഒന്നും വന്നിട്ടില്ല ഇവിടെ. ട്രാക്ട് അടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് CD അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാർഗങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ. ഇത് പ്രവാചക ശബ്ദമാണ്. ഇത് ദൈവത്തിന്റെ ദൂതാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് ഇന്ന് രാത്രി സംസാരിക്കേണ്ടത്? കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നിങ്ങളൊക്കെ ഓരോന്ന് പറയാൻ തീരുമാനിച്ചു. എനിക്ക് പറയാനുള്ളത് ആര് പറയും? നിങ്ങളൊക്കെ ഓരോന്ന് എഴുതി തയ്യാറാക്കി. എനിക്ക് പറയാനുള്ളത് ആര് പറയും? ഞാൻ പറഞ്ഞു, കർത്താവേ, ആരിലൂടെയെങ്കിലും നീ അത് പറയണം. ഞാനിവിടെ ഇരുന്ന് കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി ഇവിടെ സംസാരിച്ചത് ഈ പറയപ്പെട്ടവരാരുമല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് അത്രേ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചത്. ആളുകളുടെ പേരൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവമാണ് ഈ രാത്രി നിങ്ങളോട് സംസാരിച്ചത്. എന്തെങ്കിലും ഒരു ഭേദഗതി ജീവിതത്തിൽ വരുത്താതെ ഇവിടുന്ന് ആശീർവാദം പറയരുത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ചിന്തയിൽ വരുത്താതെ, സ്വഭാവത്തിൽ വരുത്താതെ, വാക്കുകളിൽ വരുത്താതെ ഇവിടെ നിന്ന് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന മീറ്റിംഗുകൾ എത്രേ ഇത്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറുന്നതിന് മുൻപ് ഏതെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ മാറ്റണം. ഇല്ലെങ്കിൽ പിന്നെ കാണത്തില്ല. പിന്നെ നിങ്ങൾ കാണുന്ന കണ്ണാടി ഏതാണെന്നറിയാമോ? 2 കണ്ണാടിയെ ഭൂമിയിലുള്ളൂ. ഒന്ന് പക്ക മിററും മറ്റൊന്ന് ചങ്ങാതി. പഴമക്കാർ പറയും, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എന്തായി നല്ല ചങ്ങാതി? കണ്ട ഉടനെ വെൽ ഡൺ, നല്ലതായിരുന്നു കേട്ടോ, അതല്ല നല്ല കണ്ണാടി. ഓ, അച്ഛൻ്റെ ഇന്നത്തെ പ്രാർത്ഥന ഉഗ്രനായിരുന്നു. അത് പൊട്ട കണ്ണാടിയാ. ഓ, അച്ഛൻ്റെ ഈ സൂട്ട് ഉഗ്രനാണ്. അതൊക്കെ വെറും മുഖസ്തുതിയുടെ കണ്ണാടിയാ. അച്ഛൻ്റെ അനൗൺസ്മെന്റ് ഉഗ്രനാണ് കേട്ടോ. ഈ തരം കണ്ണാടിയാ ആളുകളെ നശിപ്പിക്കുന്നത്. അല്ല, എന്നാലും പോസിറ്റീവായിട്ട് പറയണ്ടേ? പറഞ്ഞു. നെഗറ്റീവായിട്ട് പറയാനും ചിലരെ വിളിച്ചിരിക്കുക. പ്രവാചകന്മാരാരും താലോലിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ല. പ്രസംഗത്തിന് മാർക്കിട, പ്രവചനത്തിന് മാർക്കിടരുത്. പ്രസംഗത്തിന് മാർക്കിട. ലോകത്തിൽ പ്രസംഗ മത്സരമുണ്ട്, പ്രവചന മത്സരം ഇല്ല. ശ്രദ്ധിച്ചു കേൾക്കുക. പ്രസംഗ മത്സരമുണ്ട്, പ്രവചന മത്സരം ഇല്ല. ദൈവത്തിന്റെ ദൂത് പറയുന്നവൻ പ്രവാചകന. കാലഘട്ടത്തിന്റെ ദൂത പറയുന്നത്. ഇതിന് മാർക്കിട്ടത് ന്യായവിധി മേടിക്കരുത്. പ്രവചനത്തിന് മാർക്കിട്ടത് ന്യായവിധി വാങ്ങരുത്. ദൈവം ഒരു ദൂത് അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. ദൈവം ഒരു ദൂത് അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. ഇന്നലെ രാത്രിയിൽ ആമോസിന്റെ പുസ്തകത്തിൽ നിന്ന് മുഴുവനായി ദൈവദാസനോട് പറഞ്ഞപ്പോൾ എന്റെ ദൈവമേ, ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാനിരിക്കുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാനിരിക്കുന്നുണ്ട് എന്ന ശബ്ദം കേട്ടപ്പോൾ, പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ചെയ്യാനല്ല അത് പറയുന്നേ, ചെയ്യാതിരിക്കാനത് പറയുന്നത്.
ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ പേടിച്ചു പോയി. ദൈവം എന്താ ചെയ്യാനുള്ളത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഇറങ്ങിയ ഭക്തന്മാരുടെ തലമുറയോട് ദൈവം എന്നാ ചെയ്യാൻ പോണേ എന്ന് ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ചെയ്യാനല്ല, ചെയ്യാതിരിക്കാനാണ് ഈ ദൂത്. ചെയ്യാനല്ല, ചെയ്യാതിരിക്കാൻ. തിരുത്തലിന്റെ ശബ്ദം. യോനായുടെ പുസ്തകത്തിൽ പ്രവാചകൻ കഠിനമായിട്ടാണ് സംസാരിച്ചത്. യോനായുടെ പുസ്തകത്തിൽ പ്രവാചകൻ മയത്തിനല്ല പറഞ്ഞത്, കട്ടിയായിട്ടാ പറഞ്ഞത്. പക്ഷെ സംഭവിച്ചില്ല. പ്രവാചകൻ നിരാശയായി. അതൊരു മറുവശം. പ്രവാചകൻ ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരാഞ്ഞത്. കാരണം പ്രവാചകന് നമ്മളെക്കാൾ അധികം ദൈവത്തെ അടുത്തറിയാം. പ്രവാചകന് ഇതിനു മുമ്പ് ഇത് അനുഭവമുണ്ട്. എന്നാൽ പിന്നെ അയാളെ ദൈവം വിളിച്ചെന്നാന്നറിയോ? ഷാർപ്പായിട്ട് പറഞ്ഞോളൂ. മയപ്പെടുത്താതെ പറയുന്ന ഒരു പ്രവാചകനെ ദൈവത്തിന് വേണം. മയപ്പെടുത്താതെ, മുഖത്തോട്ട് നോക്കാതെ, മയപ്പെടുത്താതെ, ബന്ധം നോക്കാതെ, ലോയൽറ്റി നോക്കാതെ, കരുണ കാണിക്കാതെ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുവാൻ മടിയില്ലാത്തൊരു പ്രവാചകനെ ദൈവത്തിന് എല്ലാ തലമുറയിലും വേണം. അതുകൊണ്ട് അവനെ തന്നെ വിളിക്കുന്നത്. അവനെ ഒഴിഞ്ഞു മാറി. കാരണം ഞാനിത് എത്ര കണ്ടതാ. ഞാൻ കിടന്ന് ഉള്ള ഒറ്റപ്പെടുത്ത് കാര്യം പറയും. ഇവരെല്ലാവരും കൂടി കരയും. ദൈവം തമ്മിൽ പൊട്ടം തൂക്കും. ഞാൻ മട്ടന് പോകും. ആ പണിക്ക് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയത്. ദൈവം തമ്മിൽ ഓടിച്ചിട്ട് പിടിച്ചു. ദൂതേൽപ്പിച്ചവൻ പറയാതെ മാറരുത്. ദൈവം ജനത്തെ തിരുത്തുന്നത് നിന്നിലൂടെയാ. ദൈവം ജനത്തെ തിരുത്തുവാനാ പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നത്. അവർ ഒഴിഞ്ഞു മാറരുത്. സ്തോത്രം. പ്രവാചകന്റെ കൂലി കൊടുക്കുന്നത് ദൈവമാണ്. പ്രവാചകന്റെ ശമ്പളം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്നത് എത്ര അഭിമാനം. ദൈവത്തിന്റെ ശബ്ദമായിരിക്കുന്നത് എത്ര അഭിമാനം. എങ്ങനെയാ ഈ സമൂഹം ഉണ്ടായത്? കാശ് കൊണ്ടല്ല, കെട്ടിടം കൊണ്ടല്ല, ഡോളർ കൊണ്ടല്ല, പ്രസംഗം കൊണ്ടാണ്. ഞാൻ പറയുന്നതിന് എതിരുണ്ടോ? പ്രവാചക ശബ്ദം കേരളക്കരയിൽ മുഴങ്ങിയതിന്റെ പരിണിത ഫലമല്ലേ ഈ സഭ, ഈ സമൂഹം? എന്താ വ്യത്യാസം? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ, അത് നമ്മെ തകർക്കട്ടെ, അത് നമ്മെ കരയിപ്പിക്കട്ടെ, നമുക്ക് ലജ്ജ തോന്നിപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ 20-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയി. നാൽപ്പതാമത്തെ വയസ്സിലാണ് പുറത്തിറങ്ങി വന്നത്. 20-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയിട്ട് 40-ാമത്തെ വയസ്സിലാണ് പുറത്തിറങ്ങി വന്നത്. അവൻ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങിയ വഴി വാർഡനോട് പറഞ്ഞു, എനിക്കൊരു മിറർ വേണം, എനിക്കൊരു കണ്ണാടി വേണം. അയാൾ അത്ഭുതപ്പെട്ടു പോയി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ണാടി ചോദിക്കുന്നത് എന്തിനാ? അവൻ പറഞ്ഞു, ഞാൻ എന്നെ കണ്ടിട്ട് 20 കൊല്ലായി. ഞാൻ നല്ലൊരു യൗവനക്കാരായിട്ട് ഇതിനകത്ത് വന്നത്. ഇവിടെ കണ്ണാടിയില്ലായിരുന്നു. ഞാൻ പുറത്തേക്ക് പോവുക, ഞാൻ എങ്ങനെയുണ്ടെന്ന് ഞാനത് കാണട്ടെ. അവര് കണ്ണാടി കൊണ്ട് കൊടുത്തു. അവൻ അതിലോട്ട് സൂക്ഷിച്ച് നോക്കി. അയ്യോ, ഇത് ഞാനല്ല എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മെ ശരിയായി കാണുന്ന കണ്ണാടി ദൈവം ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. സ്നേഹിതന്മാർ പറഞ്ഞ പൊങ്ങച്ചങ്ങൾ നീ വിശ്വസിക്കരുത്. ആളുകൾ നിന്നെ കുറിച്ച് പറഞ്ഞ പൊങ്ങച്ചങ്ങൾ നീ വിശ്വസിക്കരുത്. തെറ്റായ മീറ്ററുകൾ വലിച്ചെറിയുക.
നിന്നെ തന്നെ ശരിയായി കാണുക. ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിപ്പാൻ നമുക്കിടയാകട്ടെ. വിശുദ്ധീകരണം എന്തല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, അത് പലതിൽ ഒന്നല്ല. ഇവിടെ വായിച്ചു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വീണ്ടും വായിച്ചു, ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ രണ്ട് വാക്യങ്ങളിൽ ആരും എന്ന വാക്കും തന്നെ എന്ന വാക്കും കൂടി എടുത്താൽ അതിന് പകരം മറ്റൊന്നില്ലെന്ന് മനസ്സിലാവും. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്: മാത്സ്, സയൻസ്, കൊമേഴ്സ്. ഏതെങ്കിലും എടുക്കാം. ഏതെടുത്താലും പഠിക്കാം, ജയിക്കാം, ജോലി കിട്ടും. ദാഹിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ആ വീട്ടുകാരൻ ചോദിക്കും, കോഫി, ടീ, ജ്യൂസ്, സോഡ, ഏത് കഴിച്ചാലും ദാഹം മാറും, ജീവിക്കാം. ഒരു ഡ്രസ് വാങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പാന്റ് വാങ്ങാം, നിങ്ങൾക്ക് മുണ്ട് വാങ്ങാം, നിങ്ങൾക്ക് സൂട്ട് വാങ്ങാം, നിങ്ങൾക്ക് ജുബ്ബ വാങ്ങാം. ഏതിട്ടാലും കുഴപ്പമില്ല, എല്ലാം വാങ്ങിയാം. ഇതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോയാൽ അലോപ്പതി വേണമെങ്കിൽ ഹോമിയോപ്പതി ഉണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നല്ല ഒന്നാന്തരം ആയുർവേദ ഡോക്ടർമാരുണ്ട്. ഇതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വിശുദ്ധിക്ക് പകരം വിശുദ്ധി മാത്രമേ ഉള്ളൂ. ശുദ്ധീകരണം കൂടാതെ ആരും. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറഞ്ഞാൽ അതിന് പകരമാകയില്ല കൺവെൻഷൻ നടത്തിയത്, അതിന് പകരമാകയില്ല ലേഖനം എഴുതിയത്, അതിന് പകരമാകയില്ല പ്രസംഗിച്ചത്, അതിന് പകരമാകയില്ല മറ്റൊന്നും. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന വാക്ക് ഓർത്തുകൊള്ളുക. 2, വിശുദ്ധീകരണം ചിലർക്ക് മാത്രമുള്ളതല്ല. സെന്റ് ആൻഡ്രൂസ്, സെന്റ് ഫിലോമിന, സെന്റ് പോൾ, സെന്റ് അഗസ്റ്റീൻ, ഇങ്ങനെ സമുദായ സഭകൾ ചിലരെ സെയിൻസ് ആക്കി. നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാറുണ്ടെങ്കിലും ഒരു വ്യക്തിയെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് പുതിയ നിയമ വിരുദ്ധമാണ്. എല്ലാവരെയും ചേർത്ത് വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തിയെ രാജാവ് എന്ന് വിളിക്കുന്നില്ല, എല്ലാവരെയും രാജാക്കന്മാർ എന്ന് വിളിക്കുന്നു. ഏകവചനത്തിൽ പുരോഹിതൻ എന്ന് വിളിക്കുന്നില്ല, എല്ലാവരും പുരോഹിത വർഗം എന്ന് വിളിക്കുന്നു. എന്നാൽ സമുദായ സഭകൾ ചിലരെ വിശുദ്ധരാക്കുന്നു. മരിച്ചുപോയവരെ പ്രത്യേകതരം കർമ്മങ്ങളിലൂടെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമുള്ള വാർത്തയായി ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. കഴിഞ്ഞ വർഷവും ഗംഭീരമായി നടന്നു. ഇതിനകത്ത് വരുന്ന യഥാർത്ഥ ദോഷം ആ വിഗ്രഹാരാധന എന്നുള്ള ഒരു ഭാഗം മാത്രമല്ല. ഒരു വലിയ ദോഷം അതിനകത്തുള്ളത് വിശുദ്ധരാകുക എന്നത് ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രം കഴിയുന്ന കാര്യമാണ് എന്ന ഒരു തെറ്റായ ധാരണ സമൂഹ മനസാക്ഷിയിൽ വീട് കിടക്കുന്നു. അവിടെ നിന്ന് വന്ന നമുക്കും അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അയ്യോ അവരൊക്കെ വിശുദ്ധന്മാരല്ലേ? അല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്നലെ സ്നാനപ്പെട്ടയാളും 65 കൊല്ലം മുമ്പ് സ്നാനപ്പെട്ടയാളും ഒരുപോലെ വിശുദ്ധന്മാർ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ആ വിശുദ്ധനോട് ബൈബിൾ പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എല്ലാവരും രാജാക്കന്മാരാണ്, എല്ലാവരും പുരോഹിതന്മാരാണ്, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1 പത്രോസ് 2:9. വിശുദ്ധി ചിലർക്ക് മാത്രമുള്ളതല്ല. 3,
വിശുദ്ധ ജീവിതം ഒരു അസാധാരണ ജീവിതമല്ല. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ, വില കൂടിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ, പ്രത്യേകതരം വസ്ത്രം ധരിച്ച് സന്യാസികളായി ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാർ എന്ന ധാരണയും മതങ്ങളിൽ നിന്ന് പരന്നിട്ടുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ഒരു അസാധാരണ ജീവിതമല്ല. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ഭാര്യയും മക്കളുമുള്ളവരായിരുന്നു. വിവാഹം കഴിച്ചും മക്കളെ വളർത്തിയും വിശുദ്ധ ജീവിതം നയിക്കാം. അതിന്റെ ആ സാധാരണത്വം ഒന്ന് പറഞ്ഞോട്ടെ. മക്കളെ വളർത്തുമ്പോൾ രക്തത്താൽ ജയം, ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വളർത്താൻ ഒക്കുകയില്ല. മര്യാദയ്ക്ക് നിൽക്കട, ഭക്ഷണം കഴിക്കട, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. പ്രാക്ടിക്കലായിട്ട് പറയണമല്ലോ. വാതുറക്കാതെ, മിണ്ടാതെ, കണ്ണടച്ച് കീഴോട്ടി നോക്കി നടക്കുന്നതല്ല വിശുദ്ധി. കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റി നിർത്തുന്നില്ല. ഭാര്യയോടും മക്കളോടും കൂടെ പ്രായോഗിക ജീവിതം നയിക്കുമ്പോഴും, പച്ച മനുഷ്യനായി ഇവിടെ ജീവിക്കുമ്പോഴും, ദൈവത്തോട് ഹൃദയത്തിൽ ബന്ധമുള്ളവനായി, ദൈവം എന്നെ കാണുന്നു എന്ന ബോധ്യമുള്ളവനായി ജീവിക്കാൻ കഴിയുന്നത് അത്രേ വിശുദ്ധ ജീവിതം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാലാമത്തെ കാര്യം, വിശുദ്ധ ജീവിതം അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. വിശുദ്ധ ജീവിതം അസാധ്യമല്ല. അങ്ങനെ ചിന്തിച്ചാൽ നാം ദൈവത്തെ ഫറവോനെ പോലെയാക്കും. എന്താണ് ഫറവോൻ? ഫറവോൻ പറയുന്നത് വൈക്കോല് തരില്ല, ഇഷ്ടിക തരണം. വൈക്കോല് തരില്ല, പക്ഷെ ഇഷ്ടിക തരണം. ഇന്ധനം തരത്തില്ല, പ്രൊഡക്ഷൻ കുറയ്ക്കത്തുമില്ല. ചെയ്യാൻ മേലാത്ത കാര്യം അടിച്ചു ചെയ്യിപ്പിക്കുന്നതാണ് ഫറവോനിസം. എന്നാൽ ചെയ്യാൻ മേലാത്ത കാര്യം നിന്നോട് ചെയ്യാൻ പറയുന്ന ഫറവോനല്ല, സ്വർഗത്തിലെ ദൈവം. വിശുദ്ധ ജീവിതം അസാധ്യമാണെങ്കിൽ അത് പാവപ്പെട്ട എന്നോട് ദൈവം പറയില്ല. നിങ്ങൾക്ക് എടുക്കാൻ മേലാത്ത ഒരു ചുമട് നിങ്ങളുടെ 5 വയസ്സുള്ള കൊച്ചിന്റെ തലയിൽ നിങ്ങൾ വെക്കുമോ? ഞാൻ ഈ അമേരിക്കയിൽ വന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, കേരളത്തിൽ വന്നു എന്നറിഞ്ഞുകൂടാ, ഇവിടെ ഒരു ശക്തമായ പഠിപ്പിക്കലുണ്ട്, ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപത്തിന് വേണ്ടിയും നിങ്ങളുടെ ഇപ്പോഴത്തെ പാപത്തിന് വേണ്ടിയും ഇനി ചെയ്യാൻ പോണ പാപത്തിന് വേണ്ടിയും കൂടി യേശു മരിച്ചതാ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നും പേടിക്കേണ്ട എന്ന ഒരു പഠിപ്പിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര എളുപ്പമാണ് ഉപദേശം. നീ ഇന്ന് ചെയ്യാൻ പോണ പാപം, ഇന്ന് രാത്രി ചെയ്യാൻ പോണ പാപത്തിനും കൂടെ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞെന്ന്, അതുകൊണ്ട് ചെയ്തോളാൻ. ആള് കുറയത്തില്ല, ഇഷ്ടംപോലെ ആള് വരും ആ പ്രസംഗം കേൾക്കാൻ. ഈ വിധത്തിൽ ഉപദേശത്തിന്റെ കുത്തഴിച്ചു വിടുന്ന പ്രഭാഷണങ്ങൾ ഇപ്പോൾ ടെലിവിഷനിൽ കേൾക്കാം. ഞാനൊരു മലയാളം പ്രസംഗത്തിന്റെ ഒരു കഷണം, ഒരു പീസ് ഒരു വീട്ടിൽ വെച്ച ഒരാളിനെ കേൾപ്പിച്ചു. ആരാ പ്രസംഗിച്ചതെന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അദ്ദേഹം ഒരു സംശയം ചോദിക്കാൻ വേണ്ടി എന്നെ ഇട്ട് കാണിച്ചു. ഒരു ചെറിയ പീസ് അദ്ദേഹം പറയുകയാണ്, വാക്യം വായിച്ചിട്ടാ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സമയം പോകും. ഞാൻ ചുരുക്കി പറയാം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല, യേശു പ്രാർത്ഥിച്ചിട്ടാണ്. കറക്റ്റാ, ബൈബിളിൽ വാക്യമുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ നിങ്ങൾക്ക് തരും. അതിനെ അങ്ങോട്ട് നന്നായിട്ട് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും കൈകൊട്ടി ആത്മാവിലായി. നിങ്ങളുടെ പ്രാർത്ഥനയാലല്ല, യേശുവിന്റെ പ്രാർത്ഥനയാലാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കിട്ടിയത്. രണ്ടാമത്തെ വാചകത്തിലാണ് കൈയടി കൂടുതൽ കിട്ടിയത്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാതൊരു പ്രവൃത്തിയാലും അത് നിങ്ങളെ വിട്ടു പോവുകയുമില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? നിങ്ങൾ ചോദിച്ചിട്ടല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാതൊരു പ്രവൃത്തിയാലും അത് നിങ്ങളെ വിട്ടു പോവുകയുമില്ല. അതിന് വാക്യമുണ്ട്, നിങ്ങളോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിന്. കണ്ടോ എന്തൊരു വ്യാഖ്യാനം! അവിടെ ഇരുന്ന ജനം കൈയടിച്ചിട്ട് 15 മിനിറ്റ് നേരത്തെ പ്രസംഗിക്കാൻ പറ്റാതെയായി. ഇത് കേട്ട ഒരു സത്യാന്വേഷി എന്നെ കാണിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഇത് വഞ്ചനയല്ലേ? ഞാൻ പറഞ്ഞു, അദ്ദേഹം അത് അങ്ങനെയൊന്നും ആയിരിക്കും ഉദ്ദേശിച്ചത്, വേറെന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പരിശോധിച്ചപ്പോൾ ഇതൊരു ചതിയാണല്ലോ എന്നെനിക്ക് തോന്നി. ദുരുപദേശങ്ങൾ ഇപ്പോൾ പുസ്തകങ്ങളിൽ വായിക്കേണ്ട, വീട്ടിലേക്ക് വരും ഫ്രീ ആയിട്ട്. ടെലിവിഷൻ തുറന്നാൽ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്. എല്ലാം കേട്ട് നമുക്ക് ആമീൻ പറയാൻ തോന്നും. പക്ഷേ വഴിതെറ്റിക്കുന്ന പ്രഭാഷണങ്ങൾ ധാരാളമുണ്ട്. അവർ പറയുന്നു വിശുദ്ധ ജീവിതം എന്നൊന്നില്ല, വിശ്വാസ ജീവിതമേ ഉള്ളൂ. വിശ്വസിച്ചാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തുകൊള്ളും. അല്ല, വിശുദ്ധ ജീവിതം അസാധ്യമാണെങ്കിൽ ദൈവം അത് നിന്നോട് പറയത്തില്ല. നിനക്ക് എടുക്കാൻ മേലാത്ത ഒരു ചുമട് കർത്താവ് നിന്റെ തോളിൽ വയ്ക്കുകയില്ല. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് എടുക്കാൻ മേലാത്ത ഒരു ചുമട് കർത്താവ് നമ്മുടെ തലയിൽ വയ്ക്കുകയില്ല. അഞ്ചാമത്തേതും ഒടുവിലത്തേതും ഞാൻ പറയട്ടെ, അത് ദൈവം മാത്രം ചെയ്യേണ്ടതല്ല. അതായത് നീതീകരണത്തിൽ 99% 100% കർത്താവാണ് ചെയ്തത്. കാൽവറിയിൽ വെച്ച് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ മുഴുവനും കർത്താവാണ് ചെയ്തത്. അതിൽ നിന്ന് ഒരു ധാരണ ആളുകളിൽ കയറിയത് നമ്മുടെ വിശുദ്ധീകരണവും ദൈവമാണ് ചെയ്യേണ്ടത്. അതിനകത്തൊരല്പം കാര്യമുണ്ട്, എന്നാൽ അത് പൂർണ്ണമായും അങ്ങനെയല്ല. എന്താണ് അതിന്റെ യഥാർത്ഥ വേദസത്യം? കേട്ടുകൊള്ളുക. ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം കഴിയുകയില്ല. നിങ്ങളെ കൂടാതെ ദൈവത്തിനും അത് ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് അതിന്റെ ശരിയായ പഠിപ്പിക്കൽ. 2 വാക്യങ്ങൾ അതിനുവേണ്ടി ഞാൻ വായിപ്പിക്കാം. ആരെങ്കിലും ഒന്നുറക്കെ വായിച്ച് സഹായിച്ചാൽ ഉപകാരമാണ്. ഒന്നാമത് വായിക്കേണ്ടത് ഹോശേയയുടെ പ്രവചനം 10:12. രണ്ടാമത് വായിക്കേണ്ടത് എഫേസ്യർ 5:14. ഹോശേയ 10:12, എഫേസ്യർ 5:14. നീതിയിൽ വിതയ്ക്കുവീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാനുള്ള കാലം ആകുന്നുവല്ലോ. മതി. എഫേസ്യർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നീ ഉണർന്നാൽ, നീ എഴുന്നേറ്റാൽ ഞാൻ നിന്റെ മേൽ പ്രകാശിക്കാം. നീ നിന്റെ തരിശുനിലം ഉഴുതാൽ ദൈവം മഴ പെയ്യിപ്പിക്കും, അനുഗ്രഹത്തിന്റെ മഴ പെയ്യിപ്പിക്കും. നീ മുൻകൈ എടുത്താൽ, നീ അതിന് മനസ്സ് വെച്ചാൽ ദൈവത്തിന്റെ കൈ നീട്ടും. വിശുദ്ധ ജീവിതം ദൈവം ചെയ്തു തരുന്നതല്ല. എന്നാൽ അവിടെ ഒരു കുഴപ്പം വരും, നമ്മൾ തന്നെ ചെയ്യുന്നതുമല്ല. കേരളത്തിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അങ്ങനെ എക്സ്ട്രീമിസം പഠിപ്പിച്ച് ഒരുപാട് പേരെ വഴിതെറ്റിച്ചവരും ഉണ്ട്.
വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള തെറ്റായ ഒരു പഠിപ്പിക്കൽ അവര് തന്നെ വിശുദ്ധിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പഠിപ്പിക്കലാണ്. അത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർ വ്യക്തികളിൽ വെച്ചിട്ട് അതിങ്ങനെ പറഞ്ഞ് കുറ്റബോധം മാത്രമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ല വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ. ഫിലിപ്പിയർ 2:14 ഞാൻ ഒന്ന് വായിച്ചതാണല്ലോ. ആ 14 നമ്മളെ പേടിപ്പിക്കുമെങ്കിലും 15 നമ്മെ ആശ്വസിപ്പിക്കും. ഫിലിപ്പിയർ 2:14 ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് 13 നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എത്ര ആശ്വാസമുണ്ട്! നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിച്ചോണം. ദൈവം ഇങ്ങനെ നോക്കി നിൽക്കും, നീ വിശുദ്ധനാകുന്നുണ്ടോ എന്ന്. അങ്ങനെയല്ല, നീ ഒരു കാല് വെച്ചാൽ അവൻ നിന്നെ താങ്ങും. നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിന്നെ വലിച്ചവൻ പൊക്കും. വെള്ളത്തിൽ നടക്കാൻ ഒരാൾ ഒരുങ്ങി, അയാളുടെ പേര് പത്രോസ്. പക്ഷെ അയാൾ മുങ്ങാൻ തുടങ്ങി. അയാൾ നിലവിളിച്ചു. അയാൾക്ക് വേറൊന്നും അറിയത്തില്ല. നിലവിളിച്ചപ്പോൾ കർത്താവ് അവനെ കൈനീട്ടി പിടിച്ചു. ഇതുപോലെ തന്നെ വിശുദ്ധ ജീവിതം. ഈ കുത്തൊഴുക്ക്, പാപത്തിന്റെ സുഗമമായ ഒഴുക്കുള്ള ഈ രാജ്യത്ത്, ഈ ലോകത്തിൽ വെള്ളത്തിന്റെ മുകളിലൂടെ താഴാതെ നടക്കുവാനുള്ള ഒരു പരിശ്രമമാണ് വിശുദ്ധ ജീവിതം. എന്നാൽ അതിനാരെങ്കിലും മനസ്സ് വെച്ചാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ മുങ്ങിപ്പോകയില്ല. നിന്നെ കൈക്ക് പിടിച്ച് അക്കരെ നാട്ടിലെത്തിക്കുവാൻ അവൻ ശക്തനാണ്. അവൻ ശക്തനാണ്. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം ദൈവം ചെയ്യുന്നതല്ല, മനുഷ്യൻ തന്നെ ചെയ്യുന്നതുമല്ല. മനുഷ്യൻ അതിന് മനസ്സ് വെച്ചാൽ, മനുഷ്യൻ അതിന് ആഗ്രഹിച്ചാൽ, മനുഷ്യൻ കപടഭക്തി മാറ്റി സത്യസന്ധമായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് സഹായിക്കും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഒരൊറ്റ വാക്യം വായിച്ച് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ 6:5 എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായിക്ക് തൊട്ടു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ആ കനല് നേരത്തെ ഉണ്ട്. അത് കൊണ്ടുവരാനുള്ള മാലാഖയും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവനൊന്ന് ഏറ്റു പറയണം, ഇവനൊന്ന് ബോധ്യം വരണം, ഇവനൊന്ന് സമർപ്പിക്കണം, ഇവനൊന്ന് കരയണം. അപ്പോൾ തീക്കനലുമായി കെരൂബെത്തി. ഇന്ന് രാത്രിയിലും തീക്കനൽ ഇവിടെ അടുത്തു നിൽപ്പുണ്ട്. ഇന്ന് രാത്രിയിലും ആ തീ ഇവിടെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ തീ ഇവിടെ ഉണ്ട്. തീക്ക് 2 കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീ കത്തിക്കാൻ പറ്റാത്തതിനെ ശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കാൻ പറ്റാത്തതിനെ കത്തിക്കും. ഒന്നുകൂടെ പറയാം, ഒരു കടലാസ് തീയിലോട്ടിട്ടാൽ കത്തിപ്പോകും, കാരണം അതിനെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു സ്വർണം തീയിലോട്ടിട്ടാൽ കത്തിപ്പോവുകയില്ല, ശുദ്ധീകരിക്കും. കത്തിക്കാൻ പറ്റാത്തതിനെ ശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കാൻ പറ്റാത്തതിനെ കത്തിക്കും. ഇന്ന് രാത്രി ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണോ ഞാനും നിങ്ങളും? എങ്കിലും ഒരു ശുദ്ധീകരണം ഇവിടെ നടക്കും, ഇപ്പോൾ നടക്കും.
നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നടക്കും, ഇന്ന് രാത്രി നിങ്ങളുടെ മുറിയിൽ ചെല്ലുമ്പോൾ നടക്കും, നിങ്ങൾ കിടക്കുമ്പോൾ നടക്കും, നിങ്ങൾ നടക്കുമ്പോൾ അത് സംഭവിക്കും. ശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ തീ നിന്നെ ശുദ്ധീകരിക്കും. പക്ഷേ യെശയ്യാവിനെ പോലെ ഒരു മിനിസ്റ്റർ, യെശയ്യാവിനെ പോലെ ഒരു പാസ്റ്റർ എനിക്ക് അയ്യോ കഷ്ടമെന്നൊന്ന് പറയണമെങ്കിൽ ഇച്ചിരി പാടാം. മറ്റുള്ളവർക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ എനിക്ക് കഷ്ടമെന്ന് പറയാൻ ഒരു ദർശനത്തിന്റെ ആവശ്യമുണ്ടായി വന്നു. ദർശനത്തിന് മുമ്പ് ഒരു മരണത്തിന്റെ ആവശ്യമുണ്ടായി വന്നു. ഒരു ഞെട്ടിപ്പിക്കുന്ന വേദന അയാളുടെ ജീവിതത്തിൽ വരികയും അതേ തുടർന്നൊരു ദൈവിക ദർശനത്തിന് വേണ്ടി അദ്ദേഹം ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തപ്പോഴാണ് താൻ തന്റെ അശുദ്ധി കണ്ടത്. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമായൊരു വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് വന്നാൽ മാത്രമേ എനിക്കാണ് കഷ്ടം എന്ന് പറയാൻ കഴിയുള്ളൂ. മറ്റുള്ളവന്റെ മേത്ത് വിരൽ ചൂണ്ടിയിട്ട് അവന് കഷ്ടം, ഇവന് കഷ്ടം, അവർക്ക് കഷ്ടം എന്ന് പറയുന്ന സഹോദര, എന്നെങ്കിലും ഒരിക്കൽ നീ പറഞ്ഞിട്ടുണ്ടോ എനിക്കയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം, എനിക്കൊരു ശുദ്ധീകരണം വേണമെന്ന ഇന്ന് രാത്രി എത്ര പേർ പറയും? എനിക്കൊരു കഴുകൽ വേണമെന്ന് ഇന്ന് രാത്രി എത്ര പേർ പറയും? ഞാനൊരു ശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർ പറയും? വിശുദ്ധ ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ പറയും? അവരെ നോക്കി കെരൂബുകൾ ഇവിടെ നിൽപ്പുണ്ട്, അവരെ നോക്കി ദൈവത്തിന്റെ തീ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അത് നിങ്ങളുടെ അധരങ്ങളെ തൊടും, അത് നിങ്ങളുടെ കണ്ണിനെ തൊടും, അത് നിങ്ങളുടെ ചിന്തയെ തൊടും, അത് നിങ്ങളുടെ കൈയെ തൊടും, അത് നിങ്ങളുടെ ശുശ്രൂഷയെ തൊടും, അത് നിങ്ങളുടെ ഭാഷയെ തൊടും. ശുദ്ധീകരണത്തിനായി ദൈവം സഹായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിടുക,